വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഈസി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് വാനില പുഡിംഗ്, വാനില പാനക്കോട്ട എന്നാണ് പറയുക. ഇതിനു മുൻപ് ഞാൻ നമ്മുടെ 2015 നമ്മുടെ വീനാസ് കറിവിൽ തുടങ്ങിയ വർഷം ഞാൻ ഈ പുഡിംഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വേറൊരു വെർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ക്രിസ്മസിന് ഈ പുഡിംഗ് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഞാൻ ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീനാസ് കറികളിലെ ക്രിസ്മസ് വിഭവങ്ങളുടെ ലിസ്റ്റ് ഞാൻ താഴെ തരാം. അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് നേരുന്നു. അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള വാനില പാനക്കോട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള പുഡിംഗ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ പുഡിംഗ് തന്നെ ആദ്യം നമ്മൾ വീനാസ് കറി വേൾഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാനില പാനക്കോട്ട എന്ന പേരിൽ. അതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഇന്നും ചേർക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് പോലും അവൈലബിൾ ആവുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 300 ml പാൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാല് നമുക്കൊന്ന് മാറ്റി വെക്കാം. 250 ml പാല്, അതായത് ഒരു ഗ്ലാസ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലില് കുറച്ച് ജലാറ്റിൻ നമുക്ക് കുതിർത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജലാറ്റിൻ ആണ്. അതായത് ഒരു ഫ്ലേവറും ഇല്ലാത്ത, നിറവും ഇല്ലാത്ത ജലാറ്റിൻ ആണ് എടുത്തിരിക്കുന്നത്. അത് ക്ലിയർ ആണെന്ന് അർത്ഥം. 1.5 ടീസ്പൂണാണ് വേണ്ടത്. ഇത് 1 ടീസ്പൂണിന്റെ അളവാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് അതങ്ങ് കുതിർന്ന് വന്നോളും. അപ്പോൾ ഈ പാലും നമ്മൾ ചേർക്കാൻ പോകുന്ന ക്രീമും ചൂടായതിനു ശേഷമാണ് ഈ ജലാറ്റിന്റെ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ജലാറ്റിൻ പൗഡർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ആദ്യം ചെയ്ത വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡബിൾ ക്രീം ആയിരുന്നു. ഡബിൾ ക്രീം എല്ലാവർക്കും അവൈലബിൾ അല്ല എന്നുള്ള കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാമെന്ന്. അതേസമയം നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം അവൈലബിൾ അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ക്രീം ഉപയോഗിക്കാം. നമുക്ക് കുക്കിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ ചെറിയൊരു ബോക്സിൽ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അത് ഇച്ചിരി നല്ല തിക്കായിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്രീമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഏത് ക്രീമാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം കിട്ടണമെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം, പിന്നെ ഡബിൾ ക്രീം, സിംഗിൾ ക്രീം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രീംസ് ഉണ്ട്. അപ്പൊ ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അത് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലിന്റെ അളവ് 600 ml, 300 ml പ്ലസ് 300 ml, അങ്ങനെ മൊത്തം 600 ml പാൽ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്ന ജലാറ്റിന്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക. 1.5 ടീസ്പൂൺ എന്നുള്ളത് ഒരു 2 ടീസ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷേ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രീം ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 300 ml പാലാണെങ്കിൽ 300 ml വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏത് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ക്രീം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും കുറേ ക്വാണ്ടിറ്റി നമുക്ക് വേണമെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ. ഇപ്പൊ ഈ ഞാൻ പറയുന്ന അതേ അളവിൽ നിങ്ങൾ ഒരു ബാച്ച് ഉണ്ടാക്കുക, വീണ്ടും അടുത്ത ബാച്ച് ഇതേ അളവിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജലാറ്റിന്റെ അളവിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ സെറ്റായിന്ന് വരില്ല. അപ്പോൾ ഇതിന്ന് 300 ml എടുത്തിട്ട് നമ്മുടെ പാലിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് നമ്മൾ എപ്പോഴും നല്ല തിക്കായിട്ടുള്ള, അതായത് പാട മാറ്റാത്ത പാലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ 300 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തരി ഉപ്പ്, പിന്നെ വാനില എസൻസ്. ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യമേ തന്നെ ഒരുപാട് പഞ്ചസാര ഇടണ്ട. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ജലാറ്റിനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കാന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിൽ കോൺഫ്ലോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ജലാറ്റിൻ അല്ല. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അങ്ങനെ ജലാറ്റിൻ താല്പര്യമില്ലാത്തവർ ആ ഡിഷ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് ചേർക്കാൻ പറയുമ്പോൾ ഒരുപാട് അങ്ങ് 1 ടീസ്പൂൺ ഒന്നും ഇടരുത്. ഒരു പിഞ്ച്, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പാലും ക്രീമും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ കുറയ്ക്കാം കേട്ടോ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിന്റെ മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇതിൽ കിടന്ന് ഉരുകണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അരിച്ചാൽ മതി. ഇതിലിപ്പോൾ ജലാറ്റിൻ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം അഗർ ചേർക്കുകയാണെങ്കിൽ എന്തായാലും അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിങ്ങനെ കഴിക്കുമ്പോൾ വായിൽ തടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതാണെങ്കിൽ അരിക്കണം. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും ജലാറ്റിനാണ് ഈ റെസിപ്പി ചെയ്യുമ്പോൾ.
നന്നായിട്ട് ഉരുകിന്ന് ഉറപ്പ് വരുത്താൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്നായിട്ടൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് അവസാനം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പാഷൻ ഫ്രൂട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലോട്ടും അങ്ങ് മിക്സ് ആയി പോകും. അതുകൊണ്ട് ഇത് സെറ്റ് ആയതിനു ശേഷം, ഈ പുഡിങ് സെറ്റ് ആയതിനു ശേഷം അതിന്റെ മേലത്തെ ലെയർ ആയിട്ടാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഒരു മിനിമം 6 മുതൽ 8 മണിക്കൂർ വരെ സെറ്റ് ആവാൻ സമയം പിടിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം, റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ എന്താണോ നിങ്ങൾക്ക് ഒഴിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രോബെറി ആയിരുന്നു, അതിന് വരെ ഞാൻ ഇന്ന് ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട് ആണെന്ന് മാത്രം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ കുറച്ച് ഫ്രൂട്ട്സ് അതിന്റെ മേലെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ചൂടോടുകൂടി ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ പാട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 പാത്രത്തിലോട്ട് ഇങ്ങനെ നന്നായി ആറ്റിയാലും മതി കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലാസ്സിലോട്ട് പോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം നോക്കാൻ മറക്കരുത്. 5 ടേബിൾ സ്പൂൺ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഇപ്പൊ ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സുകളിലോട്ട്. എന്താണെന്നറിയാമോ, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചപ്പോൾ ആ ഗ്ലാസ് അങ്ങനെ പൊട്ടി ജസ്റ്റ് ഹാഫായിട്ട് മാറി. അതുകൊണ്ടാണ് ഇച്ചിരി ചൂടാറണമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ക്രിസ്മസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പുഡിംഗ് ആണ്. ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു മധുരമുണ്ട്, വാനില പാനക്കോട്ടയ്ക്ക്. അതിന് മുകളിൽ ഒരു ഇച്ചിരി പുളിപ്പുള്ള ഫ്രൂട്ടിന്റെ എന്തെങ്കിലും വരികയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പുളിപ്പ് ഇഷ്ടമില്ലാത്തവർ ഒന്നും ചെയ്യണമെന്നില്ല, വെറുതെ ഇത് മാത്രം കഴിക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫണൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ച് ഒഴിക്കരുത് കേട്ടോ, കാരണം നമുക്ക് ഇതിന് മുകളിൽ പാഷൻ ഫ്രൂട്ടിന്റെ ഒഴിക്കേണ്ടതാണ്. അതൊന്ന് ഓർമ്മയിൽ ഇരുന്നോട്ടെ. ഇതാ അപ്പൊ ഞാനിവിടെ പല ടൈപ്പ് ഗ്ലാസ്സുകളിലോട്ട് ഞാനത് പകർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. അടച്ചു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്താലും മതി, അല്ലെങ്കിൽ മൂടികളുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടും ചെയ്താൽ മതി. പക്ഷേ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഇപ്പൊ വേറെ കറികളുടെ വാസനകളൊന്നും ഇതിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ക്ലോസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. കിലോ ഈ സംഭവം എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ ഐസ്ക്രീം മാത്രമാണ് ഫ്രീസറിൽ വെക്കുള്ളൂ. ഇത് എപ്പോഴും ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. അപ്പൊ ഞാനിതെല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിനിമം 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ഓവർനൈറ്റ്, രാത്രി മുഴുവനും ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് 2-3 ദിവസം മുന്നേ തന്നെ ഇത് റെഡിയാക്കി വെക്കാം. പാർട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുന്നേ ഇത് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ പാർട്ടി സമയത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പും റെഡിയാക്കാം. അപ്പൊ ഞാനെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് റെഡി ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ പുഡിംഗ് ഒക്കെ റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ട് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് പാഷൻ ഫ്രൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതാണ് നമ്മൾ ആ പുഡിങ്ങിന്റെ മേലെ കൂടെ ഒഴിക്കുന്നത്, സെർവ് ചെയ്യുന്നത്. പാഷൻ ഫ്രൂട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയാമോ? പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒരുപാട് കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ സിബ്ലോ കവറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ അങ്ങ് വെക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്താ പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് നമുക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ നല്ല വില കുറവിന് കിട്ടുള്ളൂ. അപ്പൊ സ്നാപ്പ് ഷോപ്പിൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സ്നാപ്പ് ഷോപ്പിലാണ് ഞാൻ സാധാരണ പാഷൻ ഫ്രൂട്ട് വാങ്ങിക്കാറുള്ളത്. അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ഇവിടെ കാലിയാവും. ഇവിടെ അല്ലെങ്കിൽ സ്ക്വാഷ് ആയിട്ടും ഭയങ്കര ചിലവുള്ള ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, വെറുതെ പാഷൻ ഫ്രൂട്ടിന്റെ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ്, അതിന്റെ പുളി അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ചൂടോടുകൂടി ഒരിക്കലും നമ്മുടെ പുഡിങ്ങിന്റെ മേലെ ഇത് ഒഴിക്കരുത്. ഇതിന്റെ ചൂടാറിയതിനു ശേഷം, തണുത്തതിന് ശേഷം മാത്രം പുഡിങ്ങിന്റെ മുകളിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ചിലവർക്ക് പക്ഷെ ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ നന്ദുവിന് ഇതിന്റെ പുളി ഇഷ്ടമില്ല. അതുകൊണ്ട് നന്ദുവിന് ഞാൻ വെറുതെ വാനില പാനക്കോട്ട മാത്രം കൊടുക്കാറുള്ളത്. അവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്തങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിന്റെ കുരു നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചോളൂ കേട്ടോ. ഇതിന്റെ സിറപ്പ് മാത്രം മതി തന്നെ കുരു അരിച്ച് കളഞ്ഞോളൂ. പക്ഷേ ഇവിടെ നമുക്ക് കുരു ഇഷ്ടമാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കുരു റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കുക്ക് ചെയ്തിട്ട് ഒരു ഇച്ചിരി തിക്കായിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇതിനേക്കാളും തിക്നെസ് വരും. ഇത് നമുക്ക്
റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അതിനുശേഷം നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചുമ്മാ വയ്ക്കുക, ഒരു പാത്രത്തിൽ ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഞാനിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ പുഡിങ് എല്ലാമായിട്ട് വരാം. ഓക്കെ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തണുത്ത് കണ്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാഷൻ ഫ്രൂട്ട് പ്ലസ് പഞ്ചസാര മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്താണ് താല്പര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീമോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീമോൾഡ് ചെയ്യാം. ഗ്ലാസ്സിലാക്കി കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ചെറിയ ബൗളുകളിലാക്കിയതിന് ശേഷം ചെറുതായിട്ട് ചൂടുവെള്ളത്തിൻ്റെ താഴെ ഒന്ന് കാണിക്കുക, അതിനുശേഷം തിരിച്ചിടുക. വന്നിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളൊരു ബൗളിലാക്കി വെക്കുക. ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ തനിയെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള പുഡിങ്. ഈ പുഡിങ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്ര ഈസിയാണ്, അത്രയും ടേസ്റ്റിയാണ്. ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി ഉണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് കഴിക്കട്ടെ. അരെ വാ, അതിൻ്റെ മധുരവും ഇതിൻ്റെ പുളിയും സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹായ്, നമസ്കാരം. ക്യാമറയുടെ പുറകിൽ കോപ്പറായി കാണിച്ചു, പിന്നെ ഞങ്ങൾക്ക് ചിരി വരാതിരിക്കും. ഇതിന് ഹായ്, നമസ്കാരം. ദേവാപ്പ